ഇപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കുകയും അല്ലെ JPC എത്തുകയും ചെയ്തതിൽ ഒരു നിയമത്തെ സുപ്രീം കോടതി ഭാഗികമായി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം CPM ഇക്കാര്യത്തിൽ നേരത്തെ നിലപാട് വ്യക്തമാക്കിയത്. CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം, പശ്ചിമബംഗാൾ സംസ്ഥാന സെക്രട്ടറി CPIM-ന് വേണ്ടി ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ കേസ് നൽകിയിരുന്നു മറ്റുള്ളവരോടൊപ്പം. പാർലമെൻറ്റിലും CPIM-ഉം മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ശക്തമായി തിരക്കിട്ട് ഈ നിയമം ബാധിക്കാനിടയുള്ള ജനവിഭാഗങ്ങളുമായോ അവരുടെ പ്രതിനിധികളുമായോ ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത്, നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് ഒട്ടും ജനാധിപത്യപരമല്ല. അത് വർഗീയമായി നേട്ടമുണ്ടാക്കുക എന്നുള്ള ദുഷ്ടലാക്കോടുകൂടിയാണ് എന്നെല്ലാമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷത്തിൻ്റെയും CPIM-ൻ്റെയും അത്തരം വിമർശനങ്ങളെ ശരിവെക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ താൽക്കാലികമായ ഈ ഇടക്കാല തീരുമാനം. ഇനി കൂടുതൽ വാദം കേട്ട് അന്തിമമായ ഇതിന്മേലുള്ള വിധി വരുമ്പോൾ ഒന്നുകിൽ ഈ നിയമത്തെ തന്നെ മൊത്തത്തിൽ സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി തയ്യാറാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ ഇടക്കാല വിധിയിലൂടെ ഇപ്പോൾ തന്നെ ഇടപെട്ട് തടയേണ്ട ചില ഭാഗങ്ങൾ ഈ നിയമത്തിലുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് വ്യക്തമാവുന്നത്. നരേന്ദ്രമോദി, അമിത്ഷാ, മോഹൻ ഭഗത് ത്രയം നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങളുണ്ടാക്കാൻ, വർഗീയ വിഭജനമുണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കേറ്റ ഒരു പ്രഹരമാണ് ഈ സുപ്രീം കോടതിയുടെ വിധി.